യുദ്ധം കടുക്കുമ്പോൾ ഇസ്രയേലിനൊപ്പം എത്താൻ ഇസ്രയേലിനെ പോലെ തന്നെ പ്രധാന നേതാക്കളുടെ വീടിനു നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇറാനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇറാന്റെ വ്യോമാക്രമണത്തിൽ ഇസ്രയേലിലെ US എംബസിക്കും നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം US ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കില്ല എന്നാണ് മനസ്സിലാവുന്നത്. ജെറുസലേമിലെ US എംബസി കെട്ടിടത്തിനാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിനെ തുടർന്ന് ചെറിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായത്. എംബസിക്ക് സമീപത്തായി മിസൈൽ പതിച്ചതിനെ തുടർന്നാണ് എംബസി കെട്ടിടത്തിനും കേടുപാടുണ്ടായത്. ഇക്കാര്യം ഇസ്രയേലിലെ US അംബാസിഡറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്നും സുരക്ഷിത ഇടങ്ങളിൽ തുടരാനുള്ള ഉത്തരവ് നിലനിൽക്കുന്നതിനാലും എംബസിയും കോൺസുലേറ്റും തിങ്കളാഴ്ച അടച്ചിടുകയാണെന്നും US അധികൃതർ അറിയിക്കുകയുണ്ടായി. അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുടുംബ വീട് തകർന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നെതന്യാഹുവിന്റെ സിസേറയിലെ കുടുംബ വസതിക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. 2 ഫ്ലാഷ് ബോംബുകൾ അദ്ദേഹത്തിന്റെ ഉദ്യാനത്തിൽ പതിച്ച് കെട്ടിടത്തിന് നാശനഷ്ടം വരുത്തിയെങ്കിലും നെതന്യാഹുവോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ ആ സമയത്ത് വസതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിഞ്ഞുമാറിയത്. ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 19 ആയിട്ടുണ്ട്. ഇപ്പോൾ ടെൽ അവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാന്റെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. മധ്യ ഇസ്രയേലിലെ 4 ഇടങ്ങളിൽ മാത്രം 67 പേർക്ക് പരിക്കേറ്റതായി BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈഫയിലെ നിരവധി കെട്ടിടങ്ങൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തിയമർന്നു. ഹൈഫയിലെ പവർ പ്ലാന്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തുകയുണ്ടായി. ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രയേലിലെ പവർ ഗ്രിഡിന് തകരാർ സംഭവിച്ചതായി ഇസ്രയേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രയേൽ ആക്രമിക്കുകയുണ്ടായി. ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ 80-ലധികം കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ചത്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം, ആണവ പദ്ധതിയിലെ ആസ്ഥാനം എന്നിവ ആക്രമിച്ചതായിട്ടാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുള്ളത്. മേഖലയിൽ സംഘർഷം രൂക്ഷമായതോടുകൂടി നിരവധി പേർ ടെഹ്റാനിൽ നിന്ന് പലായനം ചെയ്യുകയാണെന്ന് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജനങ്ങൾ നഗരം വിടാൻ ശ്രമിക്കുന്നത് എന്നും നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കാനായി വാഹനങ്ങളുടെ നീണ്ട നിരയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ടെഹ്റാന്റെ വടക്കുള്ള ഉൾനാടൻ മേഖലകളിലേക്കാണ് മിക്കവരും പോകുന്നത്. എന്നാൽ ദുർഘടമായ പാതകളായതിനാൽ തന്നെ യാത്ര പ്രയാസകരമാണെന്നും ടെഹ്റാൻ നിവാസികൾ CNN പറയുകയുണ്ടായി. ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതേസമയം ഇസ്രയേലിലെ സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരുപക്ഷവും സമാധാന നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ജനജീവിതം ഇത്രയധികം ദുസ്സഹമായ സാഹചര്യത്തിലും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലപാടിൽ നിന്നും ഒട്ടും പുറകിലേക്കില്ല എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്.